2020 നമ്മളൊക്കെ ഇതേപോലെ മാസ്കുകളൊക്കെ ഇട്ട് കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ സിനിമകളില്ലാതിരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലോട്ട് വളരെ സന്തോഷ ഒരു ന്യൂസായിട്ട് വന്ന ഒരു സിനിമയും സിനിമേൻ്റെ പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ് നാൻസി റാണി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. മനു എന്നാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയുടെ പേര്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അത് വളരെ ആക്ച്വലി വളരെ യങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഈ സിനിമ ഇറങ്ങി കാണണം എന്നുള്ളത് മനുവിനോടൊപ്പം ഒരുപാട് ഫൺ മൊമെന്റ്സ് ആസ്വദിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഇടവേളകളിലും അല്ലാത്തപ്പോഴും എനിക്ക് ഒരുപാട് ആഗ്രഹം ആയിരുന്നു. മനുവും ആഗ്രഹിച്ച പോലെ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുക എന്നുള്ളത്. അതിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സിനിമയ്ക്ക് ഇനി ഒരു വെളിച്ചം കിട്ടുന്നു, കാണുന്നു. അവിടെയാണ് മനുവിൻ്റെ വൈഫ് നൈന, നൈനയുടെ ഫാദർ, ഇവർ രണ്ടുപേരും എന്നോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസേഴ്സായ പേരുകൾ എനിക്ക് പെട്ടെന്ന് മറന്നു, റോയ്, സെബാസ്റ്റ്യൻ, ജോൺ വർഗീസ്, ഇവരോടൊപ്പം ചേർന്ന് ഇവർ ഈ വരുന്ന ഏപ്രിൽ 18 ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കാൻ തീരുമാനിച്ചു. അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചേട്ടൻ ബാനർ ഞാൻ മൂവീസാണ്. അത് ചെറിയ കാര്യമല്ല. ബിക്കോസ് ഇന്ന് നമുക്കറിയാം തിയേറ്ററിലോട്ട് ഒരു സിനിമ എത്തിക്കുമ്പോൾ അതിന് പിന്നിലുണ്ടാവുന്ന ഒരു ഫിനാൻഷ്യൽ ചെലവുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ഈ ഒരു മനുവിൻ്റെ ഡ്രീമിന് ഒപ്പം സഞ്ചരിക്കുന്ന എല്ലാ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നു ചേട്ടനോട്. ബാക്കി എനിക്ക് തോന്നുന്നു മുന്നോട്ടുള്ള നമ്മളുടെ കോൺവെർസേഷനിൽ നമുക്കറിയാൻ പറ്റും നിങ്ങളോടുള്ള ഇന്ററാക്ഷൻ. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെ പറയുമ്പോൾ എല്ലാം ഒരു കാര്യം തന്നെ പറയാം. ചോദിക്കുമ്പോ പറയാം, എന്തെങ്കിലും ചോദിക്കും, അതല്ല നല്ലത്. അതായിരിക്കും കുറച്ചുകൂടി നമ്മൾ കംഫർട്ടബിൾ. ചേച്ചി ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ പിന്നെ നാൻസി റാണി എന്ന ടൈറ്റിൽ ക്യാരക്ടറിനെ കുറിച്ച് നാൻസി റാണിയുടെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അപാരകൃഷ്ണയാണ്. അതൊരു സിനിമാ മൂവിയായ നടിയാവാൻ വേണ്ടിയിട്ട് ഭയങ്കര മോഹമുള്ള ഒരു കഥാപാത്രത്തെയാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരി ആ ലൈഫിൽ ഫേസ് ചെയ്ത കുറേ സ്ട്രഗിൾസും അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ട ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന യാത്രയുമെല്ലാമാണ് ആ സിനിമ മൊത്തത്തിൽ കാണിക്കുന്നത്. ഈ മൈക്കിന്റെ ആണോ? ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ ഹലോ. ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നല്ല. ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്ന സ്ട്രഗിൾ, സിനിമ മൂവിച്ച് അതിനുവേണ്ടി പോകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്ന ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പ്ലോട്ടല്ല. എന്തുകൊണ്ടാണ് നാൻസി റാണി എന്ന് സമമാണ് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഈ ഒരു സബ്ജക്ട് കേൾക്കുമ്പോൾ കമ്മിറ്റ് ചെയ്യണം. വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? എനിക്ക് എന്നോട് പറയുന്ന നാൻസി റാണി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ അതിന് പൂർണ്ണമായും അതിന്റെ തിരക്കഥയിൽ ഞാൻ മുഴുകി കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടർ, സിനിമയുടെ ആകത്തുള്ളിൻ്റെ കഥ, അതാണ് ഞാൻ ഭാഗമാകുന്ന സിനിമകളുടെ ഭൂരിപക്ഷം എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം. നാൻസി റാണിയുടെ കഥ കേട്ടപ്പോൾ ഇപ്പം മേന പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായി, ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ ടൈറ്റിൽ റോൾ നാൻസിയാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു ട്രാവൽ ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയുന്നത്. ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട്. വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസേരകൾ തികയില്ല. അത്രയും
2 3 വെരി നമുക്കൊക്കെ 36. അതായത് ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് മാറി മാറിയൊക്കെ ആയിരുന്നു. അപ്പം കോവിഡ് ടൈം ആണല്ലോ, അപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു എൻ്റെ ഷൂട്ട്. ഓർമ്മയുണ്ട്, ഒരു ദിവസം ശ്രീ സാറിനെ കാണുന്നു, ചില ദിവസം ലാൽ സാറിനെ കാണുന്നു, അർജുനെ കാണുന്നു, സണ്ണിയെ കാണുന്നു, അതെടുപ്പം ധ്രുവനെ കാണുന്നു. സോ നമുക്കിപ്പം ഞാൻ ഇവൻ ഇവിടുന്ന് ഇവരൊക്കെ ഈ കൊണ്ടിരുന്ന കാര്യം ചെറിയ എളുപ്പമുള്ള കാര്യമില്ല. അത് വലിയൊരു അച്ചീവ്മെന്റ്. ഒരു ബിഗിനിങ് ഡയറക്ടറെ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജക്റ്റിൽ എന്തോ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഒരു മെറിറ്റ്. 2 സമയത്ത് ജോലി തന്നതാണ്, ഞങ്ങൾക്ക് ജോലി തന്നു. അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ വർക്ക് പ്രൊഫഷണലിയും നമ്മളെ കണക്ട് ചെയ്ത കാര്യം. നാൻസിയുടെ ലൈഫിലെ ജേർണി, അതിലെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക് റീസൺ. എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് എക്സാം കാണാൻ പറ്റും. അതുപോലെ 2020 ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ സിനിമ ഇറങ്ങുന്നത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ ഇത്രയും ടൈം പീരീഡിന് ശേഷം ഇറങ്ങുമ്പോ അതിന് എന്തെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ചിന്തകൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ തിയേറ്ററിൽ എത്ര നാളോ നിലനിൽക്കും എന്ന വിശ്വാസം അത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അദ്ദേഹം ചേട്ടൻ തന്നെ അതിനെ കുറിച്ച് ഉത്തരം പറയണം. ബിക്കോസ് അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് വന്ന മതലിന്റെ രാജ്യം ഏകദേശം 18 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ്. ഒരു വൻ വിജയമാണ്. പിന്നെ സിനിമയെ സംബന്ധിച്ചിട്ട് സിനിമകളെപ്പോഴും എന്താ പറയാ, കാലത്തെ അതിജീവിക്കുന്ന തന്നെയാണ് സിനിമകൾ. ഇപ്പൊ പഴയ സിനിമകൾ നമ്മൾ കാണാറുണ്ട്. നല്ലൊരു സിനിമയാണ് കണ്ടപ്പോൾ അത് പുറത്തിറങ്ങേണ്ട ആവശ്യമാണ് തോന്നി. ഇത്ര ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതെങ്ങനെ പുറത്തിറക്കുക എന്നുള്ളത് അല്പത്തിൽ തന്നെ ആയിട്ട് കുറേ ഇറങ്ങി തിരിച്ചു. അത് വിജയമാണോ പരാജയമാണോ നമുക്ക് പ്രേക്ഷകർ തീരുമാനിക്കണം. നമുക്ക് അതിനെ തുറന്നു വിടുക എന്നുള്ളത്. ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രം നമ്മൾ നോർമലി കാണുമ്പോൾ ഒന്നുകിൽ ഒരു അയ്യമാവില്ല, ഒരു പോലീസുകാരനായിരിക്കും, അല്ലെങ്കിൽ കള്ളനായിരിക്കും. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഭാഗ്യത്തിന് ഇതിലൊരു കോളേജ് പ്രൊഫസറാണ്. സ്റ്റുഡന്റ് ആവുമെന്ന് പറയാൻ 5 വർഷം മുമ്പല്ലേ പറയാൻ പറ്റില്ല. സ്റ്റുഡന്റ് ആയിട്ട് അഭിനയിച്ച് കാണാം. സ്റ്റുഡന്റ് ആക്കിയില്ല. ഈ അഹമ്മയുടെ ക്യാരക്ടർ പഠിക്കുന്ന കോളേജിലെ ഒരു നല്ലൊരു ലെക്ചറാണ്. അപ്പോ ഈ ചോദിച്ചതിന്റെ കൂട്ടത്തിൽ പറയണത്, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 4 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ മനു എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു സംവിധായകൻ കൈയടിക്കുന്നത്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും അദ്ദേഹം കൈയടിക്കും. അപ്പൊ അദ്ദേഹം കൈയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടറാണ്, ഓൾ ക്രൂ ക്ലാപ്പ് തരും. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മമ്മിനോട് ചോദിച്ചു, ഇത് കളിയാക്കാനാണോ അതോ അത്രയൊക്കെ ഉണ്ടോ? മനു ഒന്നുമില്ല, അത്രയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു പ്രോത്സാഹനമല്ലേ. അതൊരു മനുവിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന, കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ആള് നമ്മുടെ ഒപ്പം ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല, നല്ലൊരു വലിയ നിലയിലേക്ക് ഒരുപാട് സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു മനു.